ഇന്ന് നമ്മൾ മീനവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നെത്തോലി വൃത്തിയാക്കിയത് 1/4 കിലോ എടുത്തിട്ടുണ്ട്. മീനവിയൽ ഉണ്ടാക്കാൻ എപ്പോഴും നെത്തോലിയാണ് നല്ലത്. പിന്നെ നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1/4 കപ്പോളം വരും, ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് 3 എണ്ണം. പിന്നെ മാങ്ങ വേണം, പുളിക്ക് അനുസരിച്ച് എടുക്കാം. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഒരു ചെറിയ മാങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും വേണം. അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 പച്ചമുളക്, 2 അല്ലി ചുവന്നുള്ളി. പിന്നെ കറിവേപ്പില വേണം, ഉപ്പ് വേണം, 1/2 കപ്പ് വെള്ളം വേണം, പിന്നെ വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെ അടുപ്പത്ത് വയ്ക്കാം. നമ്മളിതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഇടാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മഞ്ഞൾ, മല്ലി, മുളക് പൊടി എല്ലാം കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ ആദ്യം പറഞ്ഞ 1/2 കപ്പ് വെള്ളം അതും കൂടി ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരണം. തിളച്ചു വന്നതിന് ശേഷം നമുക്ക് തീയെ കുറച്ചിട്ട് 2-3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കണം. ഇത് തിളച്ചു വരുന്നുണ്ട്. നമുക്കിനി തീ കുറച്ചിട്ട് 2-3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഇതിലേക്ക്. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന നെത്തോലി ചേർക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ അരപ്പും മീനും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടണം. നമ്മളിപ്പോൾ അരപ്പും മീനും എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ നമുക്ക് 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കണം. അഞ്ച് മിനിറ്റ് ആയായിരുന്നു. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കാം. നെത്തോലി അധികം വേവില്ലാത്ത മീനായതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർത്തതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് നേരമായിട്ട് അടച്ചു വെച്ചേക്കുമായിരുന്നു. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നമ്മുടെ മീനവിയൽ റെഡി ആയിട്ടുണ്ട് ഇപ്പം.